കല്യാണം കഴിഞ്ഞ് വരുമ്പോ ആ. അമ്മായിയമ്മയും മരുമകളും ഏറ്റവും രസമായിട്ട് ബ്യൂട്ടി പാർലറിൽ ഒരുമിച്ച് പോണു, ഒരുമിച്ച് ഡ്രസ്സ് വാങ്ങിക്കാൻ പോണു, ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണ വീടുകളിലും പ്രശ്നങ്ങളുണ്ട്. അതായത് കൗൺസിലിങ്ങിന് വരുമ്പോ പറയണത്, പണ്ട് ഞങ്ങള് അമ്മയും എന്റെ മോളെ പോലെയാണ് ഞാൻ അവളെ കരുതിയിരുന്നത്. മോളെ പോലെ അല്ല, എന്റെ മോളെക്കാൾ ഉപരി ഞാൻ സ്നേഹിച്ചിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പാർലറിൽ പോയിരുന്നു, ഒരുമിച്ച് ഡ്രസ്സ് എടുക്കാൻ പോയിരുന്നു, ഒരുമിച്ച് എല്ലാ കാര്യങ്ങൾക്കും പോയിരുന്നു. മോനൊന്നും ഇതിലായില്ല. പക്ഷെ പോകെ 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 അത് പ്രശ്നങ്ങളിലേക്ക് എത്തി. അപ്പൊ ഈ പറയുന്ന പോലെ മകളെ പോലെ പരിഗണിച്ചാലും അത് മരുമകളാ, മകളല്ല. അപ്പൊ ആ ഒരു ഇത് പറഞ്ഞില്ലേ, എപ്പോഴും വേണ്ടത് ആ ഒരു ബൗണ്ടറി. മകളായാലും മരുമകളായാലും ആ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ആവശ്യമുള്ള പരിഗണനയും സ്നേഹവും കൊടുത്ത് വളർത്തിക്കൊണ്ടുവരാ. അതുപോലെ നേരത്തെ പറഞ്ഞു, കല്യാണം കുട്ടികള് പുറത്തു പോണു, കല്യാണം ഇവിടെ അച്ഛനും അമ്മയും ഒറ്റപ്പെടുന്നു, അവിടെ പ്രശ്നങ്ങളില്ലാതെ ഇരിക്കണം. ഈ അമ്മായിച്ചന്റെയും അമ്മായിമ്മയുടെയും ഒക്കെ തന്നെ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഇവരുടെ ദാമ്പത്യത്തിൽ ഒരു കോംപ്ലിക്കേഷനാണ്. അതുകൊണ്ട് പല ആൾക്കാരും സ്ഥലം വിട്ടുകളാന്ന് വിചാരിക്കും. ഈ ഇടപെടലൊന്നും ഇല്ല. സ്ഥലം വിട്ടിട്ടും അവിടുന്ന് കൗൺസിലിങ്ങിന് വരണ്ടേ, കാരണം അവിടെ ഭയങ്കര പേയ്മെന്റ് ആണ്. അപ്പൊ അവിടെ തല്ലും വഴക്കുമായിട്ട് ഇവിടെ കൗൺസിലിങ്ങിന് വന്ന് കൗൺസിലിംഗ് എടുത്ത് അതിന്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ മാത്രല്ല, അവിടെ പോയാലും ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടാലും അവിടെ പോയാലും ഇവര് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അമ്മായിയമ്മ മാത്രല്ല, പക്ഷെ ഇവിടുന്ന് ഈ കേരളുണ്ട്. അതായത് ചില വിദേശത്ത് പോകുന്ന ചില കുടുംബം, ചില ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെ ഈ അമ്മയുടെ അച്ഛനും വലിയ സ്നേഹമോ കാര്യം കുട്ടികളുണ്ടാകും, നോക്കാൻ ആള് കാണും, അത് വരും. പക്ഷെ അവര് എനിക്കൊരു 4-5 മാസം അവിടെ ഈ ഭർത്താക്കന്മാരില്ലേ, അവിടെ ഈ അമ്മായിയമ്മ പൊക്കാൻ ശ്രമിക്കുന്നത് ഈ മരുമകള് തന്നെയാണ്. അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവിടെ എന്റെ അടുത്ത് പറഞ്ഞവള്, പിന്നെ അവൾ പറഞ്ഞ അമ്മയും കൊണ്ടുവരാം, എനിക്കറിയാം, കൂട്ടുകാരമ്മ തുറന്ന് പറയുമല്ലോ. ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെയാണോ, അങ്ങനെ ആ രീതിയിലാണ് കൊണ്ടുപോകണം. അപ്പം പോയിട്ട് മടുത്ത് വരികയും ചെയ്യും. അയ്യോ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് വന്നു. ഓക്കെ, ഇതൊക്കെ ഞാൻ പറഞ്ഞു സാർ, മാനസികമായ അതൊരു ഭാഗ്യമാണ്. എന്റെ അമ്മയാണെങ്കിൽ സ്കൂളിൽ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പം എന്റെ അനിയനുണ്ടായ സമയത്ത് നോക്കാൻ പോലും, അതായത് അമ്മയമ്മയുടെ പവറാണ് അവിടെ, വേറെ രീതിയിലുള്ള ഇൻഫ്ലുവൻസ്. അമ്മയമ്മ നോക്കാതെ, വീട്ടിലാരും നോക്കാനില്ലാത്തോണ്ട് 3 മാസമായ കുഞ്ഞിനെയും കൊണ്ട് 3 വയസ്സ് വരെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ആളാ എന്റെ അമ്മ. അവിടെ നമ്മൾ കണ്ടു വളർന്നത് അമ്മയമ്മ പോരും ഫുൾ ടൈം ആടി, അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ആ കാര്യങ്ങളെല്ലാം കണ്ട് പേടിച്ചായിരിക്കും എല്ലാവരും. ഒരു പുതിയ വീട്ടിലോട്ട് പോകുമ്പോൾ നമുക്കും പേടിയായിരിക്കും. എങ്ങനെയാണ് രണ്ട് രീതിയിലും നമ്മൾ തന്നെ സ്വന്തമായിട്ട് അതിനെ. അങ്ങനെ ഈ പുതുതായിട്ടുള്ള കുട്ടികളെ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് അങ്ങനെ ആശങ്കയുണ്ടോ? ഓരോ വീടുകളിൽ പോകുമ്പോ പേടിച്ചിട്ട്, അതായത് ഞങ്ങൾക്ക് അവര് പറയണത് ഞങ്ങൾക്ക് ഒരു ജോലി വരെ, അതിനപ്പുറം അവര് കുടുംബത്തിനെ പറ്റി അവര് പറയണില്ല, അവരുടെ മനസ്സിലില്ല. പഠിക്കണം, ജോലി കിട്ടണം, ഞങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കണം. ഒരു മാതൃക കാണിക്കാനില്ല. ഇതുവരെയുള്ള നമ്മുടെയൊക്കെ കാലഘട്ടം തൊട്ട് ഇവിടെ വരെ എടുക്കാൻ നല്ലൊരു മാതൃകാ കുടുംബം എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് പിള്ളേര് എല്ലാ